അതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം 26-ാമത് വാക്യം, വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ട് വന്നു എന്നൊരു പ്രസ്താവന ഭക്തനായ ഇയ്യോബ് അവിടെ ഓർപ്പിച്ചിരിക്കുക. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ വെളിച്ചത്തിൽ നിൽക്കുകയും വെളിച്ചത്തിൽ നടക്കുകയും ചെയ്യും എന്ന് ചിന്തിച്ച് മുൻപോട്ട് വന്നതായ ഘട്ടത്തിലാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില നൊമ്പരപ്പെടുത്തുന്ന വാർത്തകൾ തന്നെ തേടി തൻ്റെ അരികിലേക്ക് വന്നത്. ആ വാക്കുകളുടെ മുൻപിൽ ഏറ്റവും തകർന്നവനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായി നിലവിളിക്കുന്ന അനവധി നിലവിളിയുടെ ശബ്ദങ്ങൾ ഈ പുസ്തകത്തിൽ ആർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പറയുകയാണ്, ഞാൻ ഓർത്തത് ഇനി എൻ്റെ കാലം വെളിച്ചത്തിൻ്റെ കാലമാണെന്ന, പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മാറിപ്പോയി, ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഒന്നും ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കാതെ ഞാൻ ഇരുട്ടിനകത്തായിരിക്കുന്നു എന്ന് ഓർപ്പിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ പ്രതീക്ഷകളൊക്കെ മാറിമറിഞ്ഞെന്ന് വരാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളെയും അറിയുന്നൊരു ദൈവമുണ്ടെന്ന് നാം ആഴമായി തിരിച്ചറിയേണ്ടതുണ്ട്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾ വായിക്കുമ്പോൾ 10 കന്യകമാരെ തിരഞ്ഞെടുത്ത് 10 പേർക്കും കയ്യിൽ വിളക്കും വിളക്കിൽ എണ്ണയും ആ കത്തിയിരിക്കുന്ന വിളക്കുകൾ കൊടുത്തിട്ട് മണവാളൻ ഏത് സമയത്തും വരാം, അതുവരെയും വിളക്ക് അണഞ്ഞു പോകാതെ കരിന്തിരി മുറിച്ചു മാറ്റി വിളക്കിൽ എണ്ണയൊഴിച്ച് ആ വിളക്ക് അണഞ്ഞു പോകാതെ കാത്തിരിപ്പാനായിട്ട് പറഞ്ഞു. 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ആ ബുദ്ധിയില്ലാത്തവർ അവരുടെ വിളക്ക് അണഞ്ഞു പോയപ്പോൾ ബുദ്ധിയുള്ളവർ അവരുടെ വിളക്ക് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ബുദ്ധിയില്ലാത്തവർ ഓർത്തത് മണവാളൻ വരുമ്പോൾ ഇപ്പോൾ കാണുന്ന വെളിച്ചത്തിൽ ഞങ്ങൾക്കും കൂടി മണിയറയിൽ പ്രവേശിക്കാമെന്നാണ്. പക്ഷേ മണവാളൻ വന്നപ്പോൾ വിളക്കണഞ്ഞു പോകാത്തവർ അവരെ വിളക്കും കയ്യിലേന്തി അവർ മണവാളനെ എതിരേറ്റപ്പോൾ വിളക്കണഞ്ഞു പോയവർക്ക് വെളിച്ചം നഷ്ടപ്പെട്ടു, അവർ ഇരുളിലായി പോവുകയും അവർക്ക് മണവാളനെ എതിരേൽപ്പാൻ കഴിയാതെ പോവുകയും ചെയ്തു എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ 5 കന്യകമാരുടെ ജീവിതത്തിൽ അവർക്ക് മണവാളനോടുകൂടെ പോകുവാൻ കഴിയാതെ പോയത്? അവരുടെ അശ്രദ്ധയാണ്. അവരുടെ വിളക്കണഞ്ഞു പോയിട്ടും അവരറിയാതെ പോയതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിളക്ക് കത്തിയിരിക്കുന്നെങ്കിൽ മാത്രമേ നാം ഇരുട്ടിനെ നമുക്ക് അതിജീവിപ്പാൻ കഴിയുകയുള്ളൂ. എന്നാൽ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ, അസാധാരണമായ ചില സാഹചര്യങ്ങളിൽ, അകാരണമായ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതം ഇരുട്ടിലേക്ക് നീങ്ങിയാൽ ആ ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ നിന്ന് നീതി സൂര്യനായി വെളിപ്പെടുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ദൈവമുണ്ടെന്നും നിങ്ങൾ തിരിച്ചറിയണം. 2 പദം പറഞ്ഞത്, ഒന്ന്, നാം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇരുട്ടിലേക്ക് പോയാലും നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന സർവശക്തനായ ദൈവമുണ്ട്. എന്നാൽ നമ്മളിൽ തെളിഞ്ഞിരിക്കേണ്ട വിളക്ക് നാം തന്നെ കെടുത്തിക്കളഞ്ഞാൽ നാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇരുളിലേക്ക് നടന്നു നീങ്ങേണ്ടി വരും. ആ ഇരുളിലേക്ക് നടന്നു നീങ്ങുന്നവരായി നാം തീരാതെ, നാം ഇരുട്ട് നമ്മെ മൂടിയാലും നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തോടു കൂടെ വസിക്കാം. അതിനെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ഇരുട്ടിൽ തീർന്നു പോകുന്നവരായിട്ടല്ല,
ഇരുളിൻ്റെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ദൈവത്തോടു കൂടെ വസിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവത്തിൻ്റെ നിയോഗത്തിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.